സുഹൃത്തുക്കളെ, ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച കാര്യങ്കാട് പാലത്തിലാണ് നമ്മളുള്ളത്. കാര്യങ്കാട് പാലം ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. നീലേശ്വരം പള്ളിക്കര മുതൽ നമ്മുടെ തളിപ്പറമ്പ് കുറ്റിക്കോൽ വരെയുള്ള കേരളത്തിലെ മൂന്നാമത്തെ റീച്ച് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ മേഘാ കമ്പനിയാണ് കേരളത്തിലെ രണ്ടാമത്തെയും മൂന്നാമത്തെ റീച്ചും ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേഘാ കമ്പനി തുറന്നു കൊടുക്കുന്ന ആദ്യത്തെ പാലമാണിത്. നമ്മളിപ്പോൾ ഉള്ളത് പള്ളിക്കര ROBയിലാണ്, റെയിൽവേ ഓവർ ബ്രിഡ്ജിലാണ്. നമ്മുടെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഭാഗത്തെ അവസാനത്തെ റെയിൽവേ ലെവൽ ക്രോസിംഗ് ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു നമ്മുടെ ഈ പള്ളിക്കര ഭാഗത്തത്. അപ്പോൾ ഇവിടെ മേൽപ്പാലം രണ്ട് ഭാഗത്തും തുറന്നു കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഒരു ഭാഗത്തായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ പള്ളിക്കര അമ്പലത്തിൻ്റെ ഭാഗത്തുള്ള റോഡിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ നേരത്തെ ഒരു വശത്തു കൂടി മാത്രമായിരുന്നു ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിലാണുള്ളത്. കാസർഗോഡ് ജില്ലയിലെ മൂന്നാമത്തെ റീച്ചിലാണുള്ളത്. നമ്മുടെ നീലേശ്വരം പള്ളിക്കര മുതൽ ചെറുവത്തൂർ ബൈപ്പാസ് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ പള്ളിക്കര ROB കഴിഞ്ഞുള്ള ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നേരത്തെ ക്ലോസ്ഡ് ആയിരുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ രണ്ട് വശത്തും ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് നമ്മുടെ ULCC വളരെ ഫാസ്റ്റായി തന്നെയാണ് വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെ മേഘാ കമ്പനി ചെങ്കള മുതൽ നീലേശ്വരം വരെയും നീലേശ്വരം മുതൽ നമ്മുടെ തളിപ്പറമ്പ് വരെയുള്ള റീച്ചും അവർ തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ കാര്യങ്കാട് പാലം, പുതുതായി നിർമ്മിച്ച കാര്യങ്കാട് പാലം ഇപ്പോൾ ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. നേരത്തെ പഴയ പാലത്ത് കൂടിയായിരുന്നു ഗതാഗതം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പഴയ പാലം ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ പൈലിംഗ് പരിപാടികളൊക്കെ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മേഘാ കമ്പനി വളരെ ഫാസ്റ്റായി തന്നെയാണ് ഇപ്പോൾ വർക്ക് മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്. നേരത്തെ അവരുടെ വർക്ക് നല്ല സ്ലോ ആയിരുന്നു. നമ്മുടെ കാര്യങ്കാട് പാലം, അങ്ങനെ മേഘാ കമ്പനി ആദ്യത്തെ പാലവും തുറന്നു കൊടുത്തിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ ഈ പാലം കുറച്ച് സമയം തുറന്നു കൊടുത്തിരുന്നെങ്കിലും എക്സ്പാൻഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും തുറന്നത്. നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ കനത്ത മഴയായിരുന്നു. ഇപ്പോൾ മഴയ്ക്കൽപ്പം ശമനമുണ്ട്. വയനാട്ടിലെ സംഭവമൊക്കെ നമുക്കറിയാവുന്നതാണ്. വലിയൊരു ദുരന്തമാണ് നമ്മുടെ വയനാട്ടിൽ സംഭവിച്ചത്. ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. വലിയ സങ്കടകരമായ ഒരു കാര്യമാണിത്. നമ്മളങ്ങനെ മായിച്ച ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും ഈ ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മായിച്ച എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചെറിയൊരു പുഴ പോകുന്നുണ്ട്. അതിന് കുറുകെയായിട്ട് ഒരു MNB വരുന്നുണ്ട്. അതിൻ്റെ വർക്ക് ഒരു വശത്ത് കഴിഞ്ഞിട്ടുണ്ട്, മറുവശത്ത് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല. നമ്മളങ്ങനെ വീരമല കുന്ന് ഭാഗത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കനത്ത മഴ കാരണം ഒരുപാട് തവണ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ദേശീയപാത കടന്നു പോകുന്ന പല ഭാഗത്തും കുന്നുകൾ ഇടിച്ചിട്ടാണ് നമ്മുടെ റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. പല ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ഭാഗങ്ങൾ കനത്ത മണ്ണിടിച്ചിൽ കാരണം ഇപ്പോൾ അവിടെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ നിലവിൽ മഴ കുറഞ്ഞത് കാരണം തുറന്നു കൊടുത്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, കനത്ത മഴ കാരണം പല ഭാഗത്തും നടത്തിയ സോയിൽ നെയിലിംഗ് ഒക്കെ ഇടിഞ്ഞു വീണിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ വീരമലക്കുന്നിലും സമാന രീതിയിൽ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇവിടെ വലിയ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ്, റീറ്റെയിനിങ് വാൾ നിർമ്മിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പണികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് റീറ്റെയിനിങ് വാൾ നിർമ്മിക്കുന്ന തൊഴിലാളികൾക്ക് മണ്ണിടിച്ചലിൻ്റെ ഭാഗമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. വലിയ കട്ടിയോടുകൂടിയുള്ള കോൺക്രീറ്റ് വാളാണ് ഈ ഭാഗത്തായിട്ട് നിർമ്മിക്കുന്നത്. സോയിൽ നെയിലിംഗ് ഒക്കെ ഈ ഭാഗത്ത് എന്തായാലും പോസിബിൾ അല്ല. പല ഭാഗത്തും ഈ മഴയെ തുടർന്ന് മണ്ണിടിച്ചൽ ഭീഷണി നേരിട്ടിട്ടുണ്ട്. പല ഭാഗത്തും സോയിൽ നെയിലിംഗ് ചെയ്തതൊക്കെ ഇടിഞ്ഞ് വീണിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഈ ഭാഗത്തായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ഇഷ്ടം പോലെ മണ്ണ് ഈ വീരമലക്കുന്ന് ഭാഗത്തുനിന്ന് റോഡ് നിർമ്മാണത്തിനായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് മണ്ണിൻ്റെ ക്ഷാമമൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ ചെറുവത്തൂർ ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വലതു ഭാഗത്തായിട്ട് മണ്ണ് തട്ടിയിട്ടുണ്ട്. ഇവിടെ മുതൽ കുറച്ച് ഭാഗത്തായിട്ട് ഇപ്പോൾ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട്. സർവീസ് റോഡും സെറ്റായിട്ടുണ്ട്. 3 വരി കൂടിയാണ് ഇപ്പോൾ വാഹന ഗതാഗതം ഇരുവശത്തോടും പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ ഈ വീരമലക്കുന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസ് വരുന്ന ഭാഗത്തും വലിയ രീതിയിൽ മണ്ണെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുവത്തൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസ് വരുന്നത്, നമുക്കൊക്കെ അറിയാം ചെറുവത്തൂർ ടൗൺ ഭാഗത്തെ ഗതാഗതക്കുരുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട്. ഒരു വശത്തെ അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കേണ്ടത്. മറുവശത്തെ വർക്ക് ഇതുവരെയും സ്റ്റാർട്ടായിട്ടില്ല. അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഒരു വശത്ത് തുറന്നു കൊടുത്തിട്ടില്ല. നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹന ഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഫിനിഷായത് ഉടൻ നമ്മുടെ മറുവശത്തെ അണ്ടർപാസിൻ്റെ വർക്കും സ്റ്റാർട്ടാവുന്നതാണ്. ഇവിടെ മുതൽ ചെറിയൊരു ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതലാണ് നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ നമ്മുടെ ചെറുവത്തൂർ ടൗണിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ബൈപ്പാസ് വരുന്നത്. ബൈപ്പാസ് വരുന്നതോടുകൂടി നമ്മുടെ ചെറുവത്തൂർ ടൗൺ ഭാഗത്തെ വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ ട്രാഫിക് ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാകും. അപ്പോൾ നമ്മൾ ചെറുവത്തൂർ കുന്നുമ്മൽ പള്ളിയുടെ അടുത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ ചെറുവത്തൂർ ടൗണിലേക്ക് പോകുന്ന റോഡാണ് ഇടതുവശത്തായിട്ട് കാണുന്നത്. ഇവിടെ മുതൽ നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസ് സ്റ്റാർട്ടാവുകയാണ്. ഇവിടെ മുതൽ നമ്മുടെ ചെറുവത്തൂർ അണ്ടർ പാസ് വരുന്നുണ്ട്. അതുവരെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. ഇവിടെ മുതൽ ഇരുവശത്തോടു കൂടി വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും ഫിനിഷായിട്ടില്ല. ഒരുപാട് കൾവേർട്ടൊക്കെ വരുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം താഴ്ന്ന പ്രദേശമാണ്, വയലുള്ള പ്രദേശമാണ്. അപ്പോൾ വെള്ളത്തിന് സുഖമായിട്ട് ഇരുഭാഗത്തോട്ടും കടന്നു പോകാനുള്ള സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഭാവിയിൽ ഇവർക്ക് പണി കിട്ടും. അപ്പോൾ ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. ഇവിടെ മുതൽ 3 വരി പാത കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡ് കൂടിയും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് ഫിനിഷായതാണ് കേട്ടോ. അപ്പോൾ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗത്തെ വർക്കൊക്കെ ഫിനിഷാകാൻ ബാക്കിയുണ്ട്. പിന്നെ നമ്മുടെ ചെറുവത്തൂർ അണ്ടർ പാസിൻ്റെ വർക്ക്, അവിടെ ഗേർഡറുകളൊക്കെ വെക്കാനുള്ള വർക്കൊക്കെ ഫിനിഷാകാൻ ബാക്കിയുണ്ട്. ഇവിടെ മുതൽ കുറച്ച് ഭാഗത്ത് റോഡിൻ്റെ ടാറിങ് പ്രവൃത്തികളും ഈ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കൊക്കെ ഫിനിഷാകാൻ ബാക്കിയുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ച ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെറുവത്തൂർ ടൗൺ പോകുന്ന ഭാഗത്തെ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ അണ്ടർ പാസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ഭാഗത്തും ഇപ്പോൾ തൂണുകളുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് തൂണിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. മറുവശത്ത് ഇപ്പോൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പോൾ വർക്ക് ഈ ഭാഗത്തായിട്ട് കുറച്ച് സ്ലോ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേരത്തെ കഴിഞ്ഞതാണ് ഈ ഭാഗത്തൊക്കെ വർക്ക്. കാര്യമായ വർക്ക് പുരോഗതിയൊന്നും നമ്മൾ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പാണ് ഈ ഭാഗത്തായിട്ട് വീഡിയോ ചെയ്തത്. ഇവിടെയൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെയൊക്കെ വയൽ പ്രദേശമാണ് കേട്ടോ. നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ട് കോൺക്രീറ്റ് വാളുകൾ സെറ്റാക്കിയിട്ടാണ് ഇവിടെ റോഡ് നിർമ്മിക്കുന്നത്. ഇവിടെ കൾവേർട്ട് വരുന്നുണ്ട്, ഒരുപാട് കൾവേർട്ട് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന പ്രദേശമാണ്. ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി നമ്മുടെ ചെറുവത്തൂർ ടൗൺ ഭാഗത്തുള്ള ഗതാഗത കുരുക്കിനൊരു പരിഹാരമാവും. നമുക്കറിയാം നമ്മുടെ ചെറുവത്തൂർ ടൗൺ കഴിഞ്ഞിട്ടുള്ള കുന്നും പ്രദേശത്ത് അതിലെ കൂടിയിട്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഇടത് ഭാഗത്ത് കൂടിയായിരുന്നു ചെറുവത്തൂർ ടൗണിലേക്കുള്ള റോഡ് നേരത്തെ നാഷണൽ ഹൈവേ ഉണ്ടായിരുന്നത്. ഈ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ കുന്നിടിച്ചിട്ടാണ് ഇപ്പോൾ നിലവിൽ ബൈപ്പാസ് വരുന്നത്. ഇവിടെ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് തട്ടായിട്ടാണ് ഇപ്പോൾ മണ്ണെടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം നമ്മുടെ മേഘ കമ്പനി ഏറ്റെടുത്തിരിക്കുന്ന 2ാമത്തെ റീച്ചിലും 3ാമത്തെ റീച്ചിലും നല്ല രീതിയിൽ കുന്നും കയറ്റമൊക്കെയുള്ള പ്രദേശത്താണ് അവർക്ക് വർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടാസ്ക്കാണ് നമ്മളെ മേഘ കമ്പനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെറുവത്തൂർ ബൈപ്പാസ് എൻഡാവുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. വലതു ഭാഗത്തായിട്ട് സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്ത് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ പള്ളിക്കര പാലം മുതൽ നമ്മുടെ ചെറുവത്തൂർ ബൈപ്പാസ് എൻഡാവുന്നത് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ട്. അവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ.